വടക്കൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മഴ കനത്ത നാശം വിതയ്ക്കുകയാണ്. കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായുള്ള ഒരു സംശയമുണ്ട്. മണിക്കടവ്, മാട്ടറ പുഴകളിൽ ജലം കുത്തി ഒഴുകുകയാണ്. മണിക്കടവ് ടൗണിലെ സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വട്ടിയാംതോട് പാലത്തിലും വെള്ളം കയറി. താഴെ ചൊവ്വയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാനാവാത്ത വീട്ടുകാരെ ബോട്ടെത്തിച്ച് പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. വനത്തിൽ ഉരുൾപൊട്ടിയതാണുള്ള ഒരു സംശയമുണ്ട്. അത് ഉറപ്പിച്ചിട്ടുണ്ടോ? അതായിരിക്കുമല്ലോ കാരണം. വലിയ രീതിയിൽ വെള്ളം ഉയരുന്നുണ്ട്. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയുണ്ട് അവിടെ ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളിലേക്ക്, ആ പ്രദേശങ്ങളിലെ ആൾക്കാരെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഏത് വിധത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പൂജ, കണ്ണൂരിന്റെ വിവിധയിടങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. മുൻകാലങ്ങളിൽ പ്രളയമുണ്ടായ സമയത്തടക്കം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന പ്രദേശങ്ങളിലാണ് വീണ്ടും ഒരു വെള്ളക്കെട്ട് ഉണ്ടാവുന്നത് എന്നതുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ആശങ്കയുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ തരത്തിലും അതല്ലാതെ അധികൃതർ, ഫയർഫോഴ്സ് ആവട്ടെ, മറ്റ് അധികൃതരൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനുള്ള ഏകോപനങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. താഴെ ചൊവ്വ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ബോട്ട് കൊണ്ടുവന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല, മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കർണാടകയിലെ ഉൾമേഖലകളിൽ, വനാന്തര ഭാഗങ്ങളിൽ ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളൊരു സംശയമുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും പുഴകളിൽ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്നതും ഇങ്ങനെ പുഴയിലെ വെള്ളം പോലും ഇത്തരത്തിൽ കലങ്ങി മറിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ആശങ്കയിലാണ്. ഇനി വരുന്ന മണിക്കൂറുകൾ കണ്ണൂരിലെ മലയോര പ്രദേശങ്ങളെ സംബന്ധിച്ച് അതിനിർണായകമാവുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഉരുൾപൊട്ടൽ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു മലവെള്ളപ്പാച്ചിലിനാണ് ഇപ്പോൾ കണ്ണൂരിലെ മലയോര മേഖല ആകെ തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. ആളുകൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം മുന്നോട്ടേക്ക് പോകണം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാലും ആളുകൾ കൂടുതലായിട്ട് ആശങ്കാകുലരാവണ്ട എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. പൂജ.